നമസ്തേ. പല പേരൻസും വന്ന് പറയുന്നൊരു ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്, ഡോക്ടറെ ഞങ്ങൾ ഇന്ന സെൻറ്ററിൽ പോയി മോൻ്റെ ഓട്ടിസം അസസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു മൈൽഡാണെന്ന്. ഇവിടെ ചെയ്തപ്പോൾ പറഞ്ഞു മോഡറേറ്റ് ആണ്. വേറൊരു സെൻറ്ററിൽ ചെയ്തപ്പോൾ പറഞ്ഞു എന്താ പറയുക, അത് ഓട്ടിസം അല്ല ADHD ആണെന്ന് പറയുന്നു. ഇത് ഭയങ്കര കൺഫ്യൂസ്ഡാണ് പേരൻസ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഈ ഓട്ടിസത്തിൻ്റെ ഇസ സ്കോർ ആയിക്കോട്ടെ, VSMS ആയിക്കോട്ടെ, 75% നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പേരൻസിനോടാണ്. അപ്പോൾ അതായത് പേരൻസിൻ്റെ മൈൻഡ് സെറ്റാണ് സത്യത്തിൽ ഇതിൻ്റെ സ്കോറിങ്, അല്ലെങ്കിൽ മൈൽഡാണോ മോഡറേറ്റ് ആണോ എന്നുള്ളത് നിശ്ചയിക്കുന്നത്. എനിക്ക് പലപ്പോഴും അനുഭവമുള്ളത്, അമ്മ അസസ്മെൻറ്റിന് ഇരുന്നാൽ ഒരു സ്കോറിങ് കിട്ടും, അച്ഛനാണ് ഇരിക്കണമെങ്കിൽ വേറൊരു സ്കോറിങ് ആയിരിക്കും. അപ്പോൾ ഇത് മറികടക്കാനാണ് സത്യത്തിൽ ഞങ്ങൾ 3 തരം അസസ്മെൻറ്റ് ചെയ്യുന്നത്. ഒന്ന്, ഇതേപോലെ തന്നെ കാർസൊക്കെ ചെയ്യുന്നതോടൊപ്പം പേരൻ്റൽ മൈൻഡ് സെറ്റ് നമുക്കൊന്ന് അസസ് ചെയ്യണം. അവരെന്താണ് അവരുടെ മൈൻഡ് സെറ്റ് എന്നുള്ളത്. ഒരു 3-4 സെഷൻ നമ്മൾ അസസ്മെൻറ്റ് തെറാപ്പി എന്ന് പറഞ്ഞ് പ്രൊഫഷണൽസ് തന്നെ കുട്ടിക്ക് ഓരോ ടാസ്കുകൾ കൊടുക്കണു. അവൻ എത്രമാത്രം ചെയ്യുന്നു. അപ്പോൾ അതായത് ഈ ആദ്യത്തെ അസസ്മെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഒരു പ്രാക്ടിക്കലി മനസ്സിലാവുന്നൊരു കാര്യം. ഇതിൻ്റെ 3ൻ്റെയും ഒരു മിഡ് പോയിൻ്റ് എടുത്താൽ സത്യത്തിൽ അതാണ് പ്രോപ്പർ ഡയഗ്നോസിസ്. ഒരു കുട്ടിക്കുള്ള തെറാപ്പിയിൽ മാറ്റം വരുത്തണമെങ്കിൽ ആദ്യം വേണ്ടത് ഡയഗ്നോസിസ് പ്രോപ്പറാക്കുക. ഈ ഡയഗ്നോസിസ് പ്രോപ്പറാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്ത് ആ കുട്ടിക്ക് ബിഹേവിയർ ആണോ വേണ്ടത്, സെൻസറി ആണോ അതോ സ്പീച്ചാണോ വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും. നമസ്തേ.